സാധാരണ മോനൊരു മീന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇതാണ് വറുത്തുളി കേട്ടോ, വറുത്തുളി. എൻ്റെ മോനെ നമ്മളിന്ന് പിടിച്ച മീന് കുറച്ചധികം ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു. അപ്പോൾ നമ്മളിത് നേരെ ബോട്ട് എടുത്ത് നേരെ കടലിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 1-2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അവരായിട്ട് നമ്മൾ നേരെ മീൻ പിടിക്കുന്നു, ബാർബിക്യൂ അടിക്കുന്നു. ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയാക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് നൗഷാദൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അതെ പുഷ്പ സാറുണ്ട്, ബിബിൻ സാറുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ബോട്ടിലാണ് കേട്ടോ പോണത്. ഈ ബോട്ടിലാണ് ഇന്ന് പോണത് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ മീൻ കിട്ടുമെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. ബേബെ അന്നണി ബേബെ അന്നണി. ആ അപ്പോൾ നമ്മുടെ കപ്പിത്താൻ എത്തി കേട്ടോ. പുള്ളീനെയാണ് ഇത്രയും നേരം നമ്മൾ നോക്കിയിരുന്നത്. പുള്ളി ഇപ്പോൾ ബോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എഞ്ചിനൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ ബോട്ടിലേക്ക് ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ബോട്ടത്തിൽ നമ്മൾ ബോട്ടിലേക്ക് ഇതാ കയറി. ഓക്കെ ഇപ്പോൾ സാർ ഇറങ്ങി. അടുത്ത് നൗഷാദൊക്കെ ഇറങ്ങുന്നത്. കൈ വേണോ? നൗഷാദൊക്കെ ഇറങ്ങി. ഇനി നമ്മുടെ ചാറും ഇറങ്ങി. എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങി. ഈ ബാഗ് അങ്ങ് വയ്ക്കുമോ? ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഐലൻഡിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ആ കാണുന്ന ഐലൻഡിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. അവിടെ നിന്ന് 1-2 പേരെ നമ്മൾ പിക്ക് ചെയ്യണം. അവരെയും കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഐലൻഡിൻ്റെ ഹാർബറിലേക്ക് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ റസ്കദ്വീപിലെത്തി. റസ്കദ്വീപിൽ നിന്ന് നമ്മുടെ ആൾക്കാരെയൊക്കെ കൂട്ടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ 3 പേരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ. കൈതാ പ്രദീപ് സാറേ, ഇതാണ് പ്രദീപ് സാർ. ജോമനേട്ടാ കൊള്ളാം. ഞാനോ പുള്ളി എനിക്ക് തോന്നുന്നു വലിയ മീനിനെ പിടിക്കാൻ വേണ്ടി ചൂണ്ട സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. അതായത് പുള്ളി എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണെന്നൊരു പിടുത്തമില്ല കേട്ടോ. ബോട്ട് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫിഷിങ് ഇതേ ഇവിടെ ആട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ബോട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടു. ആഴക്കടലല്ല കേട്ടോ, ഇത് റീഫിൻ്റെ സൈഡാണ്. അതെ, ഇത് നമ്മുടെ റസ്കദ്വീപ് ഐലൻഡാണ്. ഐലൻഡിൻ്റെ റീഫിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മളത്തെ ഇന്നത്തെ മീൻ പിടുത്തം. ഫസ്റ്റ് മീൻ ഉൾക്കാടിക്കാൻ പോവുകയാണ്. സകൃതകൃതാവായ നാട്ടുകാർ. തുമോൻ നൈസായിട്ടിരുന്ന് അന്നദാനം നടത്തുകയാണ്.
കിട്ടിയില്ല. അടിപൊളി മീനോ. പുള്ളിക്കാരനാണെങ്കിൽ നമുക്ക് മീൻ പിടിക്കാനുള്ള ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. ബിബിൻ സാറിനൊപ്പം കിട്ടിയിട്ടുണ്ട്. പൊതി ഇല്ല സാറേ പോയി. ഇവിടെ കിട്ടിയിട്ട് ഇവിടെ ഒരു മീൻ കിട്ടിയിട്ട് ഈ സൈഡ് ഇവിടെ കിട്ടിയിട്ട് ജിത്തു മോൻ ഒരു മീന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് കാണിച്ചേ. സൂപ്പർ നല്ല അടിപൊളി ഫിലോഡാണിത്. ഇതിന്റെ ചെതുമ്പലുള്ള മീനാണ്. പക്ഷെ വറുത്ത് കഴിക്കാൻ അടിപൊളിയായിരിക്കും. അത് വറുത്ത് കഴിക്കാൻ മുള്ള് നടുവത്തെ ഒറ്റ ഒരു മുള്ള് മാത്രമേ ഉള്ളൂ. എന്താടാ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഫിഷ വന്നിട്ടുണ്ട്. നോക്കാം. ഇച്ചിരി വലിപ്പം വലിപ്പുണ്ട് തോന്നുന്നുണ്ട്. നല്ല മീനാണ് കേട്ടോ. നല്ലൊരു ക്യാച്ചാണ് പുഷ്പ സാറ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി മീനാണ് കേട്ടോ. നോക്കാം. പുഷ്പ സാറ് എപ്പോഴും പിടിക്കണം. ഒക്കെ വലിയ മീനുകളാണ്. നല്ല ക്യാച്ചായിരിക്കും. ഇത്തരം മീനായിരിക്കും പിടിക്കണത്. നോക്കാം. എന്തായാലും ഇന്നത്തെ കളക്ഷൻ സൂപ്പറായിരിക്കും. കാരണം സാധാരണ 6 ഫിലോഡാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് അതേ ഫിലോഡാണ്. സൂപ്പർ സൈസ്. അരേ തുമ്പി എന്താ പറയുക? തുമ്പിയും തപ്പേന്നൊക്കെ പറയുന്നു. സാധാരണ നമുക്ക് രാത്രിയാകുമ്പോഴത്തേക്കാണ് മീൻ കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഇങ്ങനെ മീൻപിടുത്തം പുരോഗമിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. Nani bebe? Letty dolphin. There. അരെ സൂപ്പർ കിട്ടി ഫിലോളോ ടൈപ്പാണ്. പക്ഷേ ഫിലോളല്ല, വേറെ
ഇതാണ് വറുത്തുളി കേട്ടോ. വറുത്തുളി ബേബെ വീണ്ടും പിടിക്കാൻ തുടങ്ങി കേട്ടോ. തൊലിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു മീനാട്ടോ, അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത്. വറുത്ത് കഴിക്കാൻ അടിപൊളിയാണ് ഇതിലോ. ഇത് താളെന്നാണ് കഴിച്ചത്. ഇത് താളെന്നാണ് കഴിച്ചത്. നോക്കാം എങ്ങനെ നോക്കാം. അടിപൊളി മീൻ. അടിപൊളി വറ്റ തോന്നുന്നുണ്ട്. മീനിന്റെ ചന്തിയിൽ സൂപ്പർ മീന്. എന്തായാലും നല്ല ഉഗ്ര വലിയൊരു മീൻ കേട്ടോ. നൗഷാദ് ബ്രദർ തിളങ്ങിട്ടോ. വിടണല്ല കുരുങ്ങാതെ അടിപൊളി. മീനിന്റെ ചന്തിയിൽ കുരുക്കി എടുത്തിട്ടുണ്ട്. മീൻ ചന്തി ഫ്രൈ. ദീപേ മോനെ ഇത് കൊറേ നേരം ആയില്ല, നീ ഉണ്ടാവല്ലോ. ബേബേ ലൈറ്റ് വേണം. ഫിലാലോ ലൈറ്റ് അടിക്കുന്ന that one you can hold it, keep inside. Then that line you can keep the door. അതിന് വലിച്ചെടുക്കും. രമണിയാ രമണി ആരാടുത്തോ ഇവിടെ ഇല്ല. അടിച്ച മീൻ അടിച്ചോണ്ട് സാർ എന്തോ സാർ അപ്പൊ അടിക്കണത്? ഇഷ്ടപ്പിടിക്ക് അടിച്ചിട്ടാ പൊക്കിപ്പിടിക്ക് കൊടുത്തുകൊണ്ട് വേറൊന്നുമില്ലല്ലോ.
ഓക്കെ ബൈ ബൈ ഇല്ലേ വേറൊന്നുമില്ലല്ലോ. സാർ ഇവിടെ ഇട്ട് ക്ലീൻ ചെയ്യും. ലുവിൻ സാറേ We also need. We only feeling. ബ്രഷ് കൊണ്ട് പെട്ടെന്ന് വരാൻ പറ. തൊളി തൊളി വറത്തൊളി. അതിൻ്റെ പല്ല് മരപ്പട്ടി ഇവിടെ പല്ല് പോലെ. എന്താ സാറേ കാണാമോ? ചെറുതാ പോയാ എൻ്റെ മോനെ സെറ്റ് കിട്ടി മോനെ കിട്ടി. നിങ്ങൾ എന്ത് പിടി പിടിച്ചത്? എടുത്ത് തൂക്കി പിടിക്കും. രണ്ട് ഫോട്ടോ എടുക്കട്ടെ. അത് ചെറിയ ലൈൻ കറക്റ്റ് പിടി സാറേ. ജിതു വന്നോ പോണ്. ആ സൈഡല്ല ഈ സൈഡാണ് നല്ല വന്ന്. എത്രയല്ലേ സാറേ? ഒരു 4 ജോമനായി അത് വാങ്ങിച്ചോളാം.
കട്ടായി. സാറേ ഇതെടുത്തോ, എടുത്തോ. അവരെ പിടിക്കത്തില്ല. രോമാനുണ്ട് ഫോട്ടോ. ഇതൊക്കെ എന്തല്ലേ എനിക്കൊന്ന് തല്ലിക്കൊന്നാ മതി. സമയം 10 മണിയായല്ലേ? എന്താ പറഞ്ഞ കൊണ്ടാ ചോമനെ പിടിക്കടാ, ജിത്തുമോനെ പിടിക്കടാ. ജോമോൻ ഏതാടാ? ആ ഞാൻ പിടിക്കണോ സാർ? അത് സാർ ഒരു സെക്കൻഡ്. എവിടെയെങ്കിലും കൊണ്ട് നോക്കിടാൻ പറ്റില്ല. എന്താ പിടി, ആർക്കെങ്കിലും കൊടുക്കടാ. മനുഷ്യനാടാ. തീ കാണട്ടെ. അയ്യവാ ഇതല്ലേ സാറേ? കഴുകി ഏത് ഗ്രില്ല് ഉപ്പ് തന്നെ മുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് വരെ പിരിച്ച ചേരട്ട തവയാ. അല്ല ഇത്രയും ഞാൻ പറഞ്ഞ അത് അത് കംപ്ലീറ്റ് ആയിരുന്നോ? ആ അല്ല കുറെ അടിക്കും. ചെറിയല്ലേ? ഇതൊക്കെ വെച്ചിട്ട് പേപ്പറൊക്കെ തീയുടെ മുമ്പിൽ വെച്ചിട്ട് വെള്ളം നനയ്ക്കണ്ടേ? ഞാൻ എലിച്ചിരി വെള്ളം എടുത്തോണ്ട് വരട്ടാ. രണ്ടും ചിരട്ടയുടെ മുകളിൽ ചിരട്ടയുടെ ഇടയിലെ ഇങ്ങനെ ഇരിക്കും. അത് ഇതൊക്കെ ഒരു മസാല ഇല്ലാത്തത് പ്രായമുണ്ട്. ഞങ്ങൾ 90s കിഡ്സ് മസാല ഇല്ലാത്ത പ്ലേറ്റ് നിർബന്ധിക്കുന്നില്ല. സ്വപ്നത്തിലൊക്കെ താങ്കൾ ഒരുപാട് പ്രായമുണ്ടല്ലോ. 90s kids ആണ്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ട്രിപ്പും എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.